മുതൽ ഇങ്ങനെ പുലികളിക്കായി ഒരുങ്ങി. ഈ പുലി മാത്രമല്ല, അതിൻ്റെ കൂടെ വേട്ടക്കാരൻ, ആന, മറ്റ് മൃഗങ്ങളുടെ അങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാകും. അതല്ലാതെ മറ്റ് കാഴ്ചകളൊക്കെ ഉണ്ടോ? നമ്മൾ പുലി ഒരുപാട് കണ്ടു, മറ്റെന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വ്യത്യസ്തമായ കുറച്ചധികം കാഴ്ചകൾ കാണിക്കാനുണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായ പല കാഴ്ചകളിലേക്കും നീങ്ങേണ്ടതുണ്ട്. ഇവിടെ കുറേ ചേട്ടന്മാർ തയ്യാറെടുക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഉള്ള തയ്യാറെടുപ്പാണ് എന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇത് എന്തിനുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ളത്. ഇത് എന്തിനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്? അത്തച്ചമയത്തിനുള്ള ഇത് വേഷം എന്താണ്? ലോട്ടസ് ഡാൻസ്. ലോട്ടസ് ഡാൻസ് ആണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ നമ്മളോട്? പറയോ? ലോട്ടസ് ഡാൻസ് ഒരു തെയ്യത്തിന്റെ ചെറിയൊരു ഡാൻസ്. നിങ്ങൾ തൃശ്ശൂര് അയ്യന്തോളുന്നു എല്ലാ വർഷവും വരുന്നതാണല്ലേ? അപ്പോൾ ലോട്ടസ് ഡാൻസ് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനായിട്ടാണ് ഇവരെല്ലാവരും തന്നെ ഇവിടെ തയ്യാറെടുക്കുന്നത്. അതിൽ മുഖത്തെഴുത്തിലേക്കാണ് ഇവർ, മുഖത്തിന്റെ കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇത് എത്ര വർഷമായിട്ട് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്? കുറച്ച് ഇതായിട്ട് ഇപ്പൊ ഉണ്ട്. എപ്പോ തുടങ്ങി ഒരുക്കങ്ങളൊക്കെ? ഞങ്ങളൊരു 4:30 ആയപ്പോ തുടങ്ങി. ഇതിനി വേഷങ്ങളൊക്കെ വരണം അല്ലെ? മുഖത്തെഴുത്ത് ഇപ്പോ വര മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മള് ബോർഡിലേക്ക് കയറി അതിന്റെ വർണ്ണാഭവന്റെ കാര്യങ്ങളാവുമ്പോ അത് അതിനേക്കാളും നല്ല ഭംഗിയാവും. ഇതാണല്ലേ വരുന്നത്? നമ്മുടെ ആ ഐറ്റം, ആ താമര പോലെ ഉള്ളതാണ്. അതിന് ലോട്ടസ് ഡാൻസ് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ലോട്ടസ് ഡാൻസിന്റെ മുഖത്തെഴുത്തും ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് അതിനുവേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് അവർ കയറി പ്രവേശിച്ചു കഴിയുമ്പോൾ ഇതിന് വലിയൊരു മനോഹാരിത വരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്നെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു കലാരൂപമാണ് ഞാനിപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ മറ്റ് കലാരൂപങ്ങളും ഇവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതിലേക്ക് കൂടെ നീങ്ങേണ്ടിയിരിക്കുന്നു. ഇതാ ലോട്ടസ് ഡാൻസിന്റെ മറ്റ് ഇത് നമ്മൾ ലോട്ടസുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേരുമ്പോൾ, ആ മുഖത്തെഴുത്തിനൊപ്പം കൂടെ ചേരുമ്പോൾ അതിന് വ്യത്യസ്തമായ ഭാവങ്ങൾ വരും, അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരും എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കലാരൂപങ്ങളും ഒക്കെയായി ഇവിടെ നിറഞ്ഞിരിക്കുന്നു. അവിടെ നമുക്കൊരു ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് കൂടെ നമുക്ക് പ്രവേശിക്കാം. നേരത്തെ തന്നെ തയ്യാറായല്ലേ? നേരത്തെ റെഡിയായി. എത്ര മണിക്ക് തുടങ്ങി? 2 മണി. എങ്ങനെയുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്? ഇത് അത്തച്ചമയം ഫസ്റ്റ് പ്രോഗ്രാമാണ്. അടിപൊളിയായിരിക്കും. അടിപൊളിയാണ്. ഒരുക്കങ്ങളൊക്കെ എപ്പോ തുടങ്ങിയായിരുന്നു? ഒരുക്കങ്ങൾ ഞങ്ങള് ഇന്നലെ വൈകുന്നേരത്തോട് ഇവിടെ എത്തി. ഇന്ന് രാവിലെ 2 മണി കഴിഞ്ഞ ശേഷം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 5 മണിക്കൂറെങ്കിലും നമ്മുടെ മേക്കപ്പിന് തന്നെ വേണം. കാരണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും തീരുന്നതേ ഉള്ളൂ. ഓരോരുത്തരായിട്ട് വേഷത്തിൽ കയറുമ്പോൾ അതനുസരിച്ച് ആൾക്കാർ ബോർഡ് പിടിച്ച് കയറ്റാനൊക്കെ കാണുമല്ലോ. ആലപ്പുഴ. ഞങ്ങൾ സമിതി വഹിക്കും, വീരഭദ്ര തെയ്യങ്കല സമിതി. അപ്പോൾ ഇങ്ങനെ കലാരൂപങ്ങളും ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുഖത്തെഴുത്തും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മുഖത്തെഴുത്ത് കലാകാരന്മാരെ കൂടെ അവിടെ കാണേണ്ടതുണ്ട്. അവരുടെയൊക്കെ ഒരു കഴിവിൻ്റെ അങ്ങേയറ്റമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് എന്നുള്ളതാണ്. നമുക്ക് അവിടെ ഒരു ഹനുമാൻ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൂടെ കടക്കുകയാണ്. അങ്ങനെ നിരവധി കലാരൂപങ്ങളാണ് ഇവിടെ എല്ലാത്തിനും തയ്യാറെടുത്തത്. എന്തൊക്കെയാണ് വിശേഷം? നല്ലത്. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആദ്യമായിട്ടാണ് ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. വേഷം ഇതിലായിട്ട് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? രാവിലെ തുടങ്ങിയ മേക്കപ്പും കാര്യങ്ങളും? 3 മണി 3:30 ആകുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ കലാകാരന്മാരൊക്കെ ഒരു 2:30-3 മണിയോട് കൂടിയാണ് ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വൈകിട്ടോടുകൂടി ഇവിടെ എത്തിയ കലാകാരന്മാർ ഇന്ന് അപ്പോൾ കുറച്ച് വ്യത്യസ്തത ചോദിച്ചപ്പോൾ ആരും ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണിച്ചു തന്നത്. എന്തായാലും വലിയ ആഘോഷമാണ് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ കുടവയർ എവിടെയെങ്കിലും ഒരു അലങ്കാരമായി വരുന്നുണ്ടെങ്കിൽ അത് ഈ പുലികളിക്ക് മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടി കുറേ വർഷങ്ങളായി സംരക്ഷിക്കുന്ന ഈ കുടവയറൊക്കെ ആയിട്ട് നമ്മുടെ കലാകാരന്മാരെത്തുമ്പോൾ അത് കണ്ണിന് ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും അത്തച്ചമയ ഘോഷയാത്ര 9 മണിയോടെയാണ് അതിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനമൊക്കെ ഉണ്ടാവുക. ആ സമയത്തേക്കൊക്കെ നമുക്കത് തിരിച്ചെത്താം.